ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു വൈനാണ്. ഇത് സാധാരണ ഇവിടെയൊക്കെ തണുപ്പ് രാജ്യങ്ങളിൽ വിൻ്റർ ടൈം സമയമാകുമ്പോൾ എല്ലാം സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നൊരു വൈനാണ്. ഇതിന് പറയുന്നത് മൾഡ് വൈൻ എന്നാണ്. ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വൈനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറുവാപ്പട്ടയും ഗ്രാമ്പൂവും അതുപോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സായ ഓറഞ്ച് സാധനങ്ങളൊക്കെ ഇട്ട് ബ്ലെൻഡ് ചെയ്തുണ്ടാക്കുന്നൊരു വൈനാണ്. അപ്പം ഇത് കഴിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കറുവാപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെ എല്ലാം ഫ്ലേവർ ശരിക്കും ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഫ്രൂട്ടി സ്പൈസി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. നമുക്കിന്ന് മൾഡ് വൈൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ളത് മിൻസ് പൈ ആണ്. ഇതും ഇവിടെ ഒരു സീസണൽ പ്രൊഡക്റ്റാണ്. അതായത് ക്രിസ്മസ് സമയം ആകുമ്പോഴാണ് മിൻസ് പൈസ് വരുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പേസ്ട്രിക്കകത്ത് ഫ്രൂട്ട് മിക്സാണ് വരുന്നത്. അതായത് ഉണക്കമുന്തിരി, ഉണങ്ങിയ ആപ്പിള്, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന സാധനമാണ് മിൻസ് പൈ എന്ന് വരുന്നത്. ഇതും ചൂടാക്കിയും വേണേൽ കഴിക്കാം, ചൂടാക്കാതെയും വേണേൽ കഴിക്കാം. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വാം ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വൈൻ ഒന്ന് വാം ചെയ്യാം. നമുക്ക് കുറച്ച് വൈൻ പൊട്ടിച്ചിട്ട് അതിലേക്ക് കഴിക്കാം. നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഈ വൈനിൽ ആൽക്കഹോൾ പെർസെൻറ്റേജ് വരുന്നത് 5.5% വരുന്നുള്ളൂ. അപ്പോൾ ഒരു ബിയറിലൊക്കെ ഉള്ള അത്രയും ഒരു ആൽക്കഹോൾ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ആർക്കും കുടിക്കാനായിട്ട് നല്ലൊരു വൈനാണ്. വൈൻസ് വാമായിട്ടുണ്ട്. ചൂടായ വൈൻ നമുക്ക് നമ്മുടെ വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മിൻസ് പൈ നമ്മളൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. മിൻസ് പൈ ഒന്ന് കട്ട് ചെയ്യാം. മിൻസ് പൈ ചൂടാക്കി ഇതൊരു ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതിനകത്ത് ഇതാണ് വരുന്നത്. ഉണക്കമുന്തിരിയും ആപ്പിളും അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ മിൻസ് പൈ ആരും മേടിക്കാനെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. മിൻസ് പൈ ചിലപ്പോൾ അതിനകത്ത് ആൽക്കഹോളുള്ള മിൻസ് പൈ വരും. അത് കോണിയാക്കും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന റമ്മൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന മിൻസ് പൈ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേർക്കൊന്നും കൊടുക്കാൻ വേണ്ടി നല്ലതല്ല. അപ്പോൾ അത് ആൽക്കഹോൾ ഇല്ലാത്തത് നോക്കി മേടിക്കുക. അപ്പോൾ ഇതാണ് വൈൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വോമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മിൻസ് പൈ ഒരു പീസ് കഴിക്കാം. ഇതാണ് മൾഡ് വൈൻ. UK ആണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വൈനാണ്. ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ ഇങ്ങനെയുള്ള വേറെ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.